പുതിയൊരു വാണം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ് എന്തോ ഇപ്പോൾ കുറേ മൊബൈലും പിടിച്ച് തൂക്കി പിടിച്ച് കുറേ അവന്മാർ ഇവളുമാരൊക്കെ പുറകെ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും പുതിയൊരു ടീമുകൾ വരും, അവളുമാർക്ക് എന്തെങ്കിലും മറ്റേത് രണ്ട് ഫ്രണ്ടും ബാക്കും കൂടുതലുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ നേരെ ക്യാമറ എടുക്കുക, തൂക്കി പിടിക്കുക, ചെല്ലുക, എന്നിട്ട് കുറേ കുണച്ച ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തല്ലേ ഇപ്പോൾ ഈ നായിക ഇവള് പോകുന്നത് ഏതോ നായിക എന്ന് പറയുന്നത്, പക്ഷെ അവൾക്ക് മലയാളം വൃത്തിയായിട്ട് അറിയത്തില്ല. എന്താണ് ആരാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പം ഓട്ടോയിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. വന്ന് കയറിയിട്ട് ഇപ്പോൾ ഈ ഡിസ്പ്ലേ കാണിച്ചിട്ട് എനിക്ക് എല്ലാം ഉണ്ടെന്ന് കാണിച്ചിട്ട് നാട്ടുകാരെ നേരെ ഓട്ടോയിൽ കയറി പോയിട്ടുണ്ട്. എത്ര അതപ്പതിച്ച് പോയിട്ടുണ്ട് തുടക്കാറില്ല. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കുകയാണ്. നമ്മളൊക്കെ എത്ര റോസ്റ്റ് ചെയ്യാലും ട്രോൾ ചെയ്യാലൊന്നും ഒരു തൊലിക്കെട്ടി ഭയങ്കരമാണ്. ഇവളുമാർക്കൊക്കെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റമാണ്. ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ കാണിക്കും, നാളെ വരുമ്പോൾ ഇനി കുറച്ചും കൂടെ എക്സ്പോസ് ചെയ്യും. അപ്പം ഇവന്മാർ വീണ്ടും കൂടുതൽ കുറച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഇവളുമാർ ഓവർ ക്യൂട്ട്നെസ് ആയിട്ടുള്ള സംസാരം കാര്യങ്ങൾ മനഃപൂർവ്വം ഒന്ന് കാണിച്ച് വെച്ച് വല്ലവനും പറയുന്നുണ്ടെങ്കിൽ പറയും, അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയും. വേറെ ഇവളുമാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടെന്നേ. അതാണ് അമേരിക്ക ആക്കി വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവന്മാർ വന്ന് വെച്ച് ഭയങ്കര മെഴുകക്കലായിരിക്കും, ഭയങ്കര ഓവർ ക്യൂട്ട് തേങ്ങ മാങ്ങ. അവന്മാർ വേറെ പരിപാടികളായിരിക്കും ഇവളുമാരെ കണ്ടിട്ട് തോന്നുന്നത്, പറഞ്ഞ ഞരമ്പന്മാർ. എല്ലാവരും പറഞ്ഞില്ല, അത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാരാണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ടാണ് ഇവളുമാരൊക്കെ വളരുന്നത്. എന്തായാലും അതപ്പതിച്ച് പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ കാണിച്ച് ജീവിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ട്. ഇപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത്, നാളെ ഓട്ടോ മാറും, കാറും കാര്യങ്ങളൊക്കെ ആവും. ബിക്കോസ് ഇവന്മാരൊരു 10 പ്രാവശ്യം ഇവളുമാരെങ്ങനെ പൊക്കി അടിച്ച് അവളുമാരുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ എക്സ്പോസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റവന്യൂ കിട്ടുമ്പോൾ ഇവളുമാർക്ക് കൂടുതൽ റീച്ച് ആവും, ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും വിളിക്കുമായിരിക്കും. ഇതായിരിക്കും ഉദ്ദേശം. അല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അതപ്പതിച്ച് പോയിട്ടുണ്ട് കേട്ടോ, അതപ്പതിച്ച് പോയിട്ടുണ്ട്. ഇവളുമാർ മാത്രമല്ല, വേറെ കുറേ ടീമുകളുണ്ട്. പക്കാ വേടിക്ക് കേസാണ്, ഉള്ള കാര്യം തുറന്ന് പറയാം. ഇവളുമാരെല്ലാം ആ കാണിപ്പ് കണ്ടാലേ മനസ്സിലാവും. എന്നുവെച്ചാൽ ക്ലീവേജ് എന്നൊക്കെ പറഞ്ഞ് ചാലെന്നൊക്കെ പറഞ്ഞാൽ മൊത്തം അങ്ങ് തുറന്നിട്ടേക്കുവാണ്. അതാണ് കാണിക്കുന്നത്. അപ്പം അതായത് ബെഹറിലുള്ള മറ്റേ കുവൈറ്റിലുള്ള ഒരു വെടി ഇപ്പം നാട്ടിൽ കിടന്ന് മെഴുകുന്ന ഒരുത്തിയുണ്ടല്ലോ, ഇതവിടെ പേര് സീക്കുട്ടിയെ. പക്ക പോക്ക് കേസാണ് ഇതൊക്കെ. ഇതിനൊക്കെ തനി ബസ് സ്റ്റാൻഡ് അമ്മണിയൊക്കെ നമ്മൾ സെല്യൂട്ട് ചെയ്യണം അവരെയൊക്കെ. അവരൊക്കെ ഒരുപാട് യോഗ്യത ഉള്ളവരാണ്. അതെന്ന് വെച്ചാൽ അവരവസ്ഥ കാരണം ചിലപ്പോൾ അവർ തൊഴിൽ സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷേ ഇവളുമാരൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയത്തില്ലേ, ഓൺലൈൻ വേശ്യകൾ. അപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ഇങ്ങനെയൊക്കെ നടക്കുന്ന ടീമുകൾ. അപ്പോൾ സുളിപ്പെന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. അതാണ്. അല്ലെ പിന്നെ വരരുത്. എന്നിട്ട് വല്ലതും നാട്ടുകാർ വല്ലതും സംസാരിച്ചാലോ എടുത്താലോ അപ്പം തന്നെ ഇവളുമാർ കൊലസ്ത്രീ കളിക്കും പെട്ടെന്ന്. ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ തേങ്ങയാണ് തേങ്ങയാണ്. ഇവളുമാർക്ക് ഇങ്ങനെ കാണിക്കണമെന്ന് നാട്ടുകാർക്ക് നല്ല പച്ചത്തെറി വിളിക്കാം. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഇവിടെ കമൻസ് ചെയ്യുക, അതിന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇവളുമാരൊക്കെ 10 പറയാൻ താല്പര്യമുള്ള ഒരാൾക്കാരുണ്ടാവും. ഇവളുമാർ മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾ അവർ ഒരു ടീമിന് മൊത്തത്തിൽ അങ്ങ് ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജും കൂടെ ഫോളോ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓക്കെ. Okay, bye.